നബിതങ്ങൾ പറയാണ്, അതാ എന്നിൽ നിന്ന് ചില വചനങ്ങൾ ഞാൻ പറയാൻ പോകുന്നു, അത് സ്വീകരിച്ചിട്ട് ആരാണ് അങ്ങനെ പ്രവർത്തിക്കാനുള്ളത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, ഞാൻ സ്വീകരിച്ചിട്ട് അമൽ ചെയ്യും. അങ്ങനെയാ വേണ്ടത്. ഒരു വഅദ് കേട്ടാൽ അതനുസരിച്ച് പ്രവർത്തിക്കുകയാണ് വേണ്ടത്. ഫഅഖദ ബിയദീ, അബൂ ഹുറൈറ പറയുന്നത്, എൻ്റെ കൈ അല്ലാഹുവിൻ്റെ റസൂലിങ് പിടിച്ചു. ഫഅദ്ദ ഖംസൻ, 5 കാര്യം എണ്ണി അങ്ങ് പറഞ്ഞു. ഒന്നാമതായി പറഞ്ഞത് എന്താണ്? ഇത്തഖിൽ മഹാരിം തകുൻ അഅബദൻ നാസ്, നീ ഹറാമുകളൊക്കെ സൂക്ഷിക്കണേ. ഹറാമ് സൂക്ഷിച്ചാൽ നീയാണ് ഏറ്റവും വലിയ ഇബാദത്തുകാരൻ. ഏറ്റവും വലിയ ഇബാദത്തുകാരൻ ഹറാമ് ചെയ്യാതെ ജീവിക്കുന്നവനാണ്. അന്യപെണ്ണിന്റെ മുഖത്തേക്ക് നോക്കണ്ട, അന്യപെണ്ണുമായി ചാറ്റ് ചെയ്യണ്ട, നീ അതാ മദ്യപിക്കണ്ട, കഞ്ചാവിന്റെ പിന്നാലെ പോകണ്ട, ഗീബത്തും നമീമത്തും പറയണ്ട, കള്ളം പറയണ്ട, ചീത്ത വിളിക്കണ്ട, വാക്ക് ലംഘിക്കണ്ട, ഹറാമൊന്നും ചെയ്യണ്ട. എന്നാ നീയാണ് ഏറ്റവും വലിയ ഇബാദത്തുകാരൻ. രണ്ടാമതായി നബി തങ്ങൾ പറയുന്ന 5 കാര്യമാ പറഞ്ഞത്. അല്ലാഹു തആല നിനക്ക് നിശ്ചയിച്ചു തന്നത് അല്ലാഹു തരും. നീ ഏത് കടലിൽ പോയാലും നിന്റെ ബക്കറ്റിൽ മുക്കാവുന്നതേ കൊണ്ടുവരാൻ കഴിയൂ. നീ ദുബായിലോ ഖത്തറിലോ അതേ ബ്രൂണയിലോ ജപ്പാനിലോ എവിടെ പോയാലും അല്ലാഹ് നിനക്ക് നിശ്ചയിച്ചതാണ് കിട്ടുക. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, അല്ലാഹ് നിനക്ക് നിശ്ചയിച്ചത് കിട്ടിയാൽ അതുകൊണ്ട് പൊരുത്തപ്പെടണം. എന്നാൽ നീ ഏറ്റവും വലിയ ഐശ്വര്യമുള്ളവനാണ്. നേരെ മറിച്ച് എത്ര കിട്ടിയാലും ചിലർക്ക് മതിയാകുന്നില്ല, അവൻ ഐശ്വര്യമില്ല. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഒരു ദിവസം ചൊല്ലിയില്ലേ, ഇന്നൽ ഫഖീഹ ഹുവൽ ഫഖീഹു ബിഫിലിഹി ലൈസൽ ഫഖീഹു ബിനുത്ഖിഹി വമഖാലിഹി. പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കുന്നവനല്ല, പ്രവർത്തിക്കുന്നവനാണ് പണ്ഡിതൻ. പ്രസംഗിക്കാൻ ആർക്കും കഴിഞ്ഞേക്കും, പ്രവർത്തിക്കുന്നവനാണ് പണ്ഡിതൻ. വഖദൽ ഗനിയ്യു ഹുവൽ ഗനിയ്യു ബിനഫ്സിഹി ലൈസൽ ഗനിയ്യു ബിമാലിഹി വജമാലിഹി. ഇതുപോലെ ഐശ്വര്യമുള്ളവനാരാണ്? കുറെ പണമുള്ളവനല്ല, കുറെ ബിൽഡിംഗ് ഉള്ളവനല്ല, കുറെ എസ്റ്റേറ്റ് ഉള്ളവനല്ല, മനസ്സമാധാനമുള്ളവനാണ് മുതലാളി, മനസ്സമാധാനമുള്ളവനാണ് ഐശ്വര്യമുള്ളവൻ. സുബ്ഹാനല്ലാഹ്. ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്നൊരു ചെറുപ്പക്കാരൻ പിരിവിന് ചെന്നപ്പോ ചെറുപ്പക്കാരൻ സന്തോഷത്തോടെ പിടിച്ചിരുത്തി, ഉസ്താദേ നല്ല സമയത്താ വന്നത്, ഞാൻ അൽഹംദുലില്ലാഹ് ശമ്പളം ഇന്നലെ കിട്ടിയതേ ഉള്ളൂ, കേശന്റെ കയ്യിൽ തന്നെയുണ്ട്, വന്നതിൽ വലിയ സന്തോഷം. അവന് ശമ്പളം 1500 ദിർഹമാണ്. 500 ദിർഹം എടുത്തവൻ സദഖ ചെയ്തു. അപ്പോൾ ഈ മുസ്ലിയാർക്ക് തോന്നി, അതാ എൻ്റെ ഈ മഹത്തായ പള്ളി മദ്രസ സ്ഥാപനങ്ങളെ പിരിവിന് ഞാൻ എൻ്റെ മുതലാളിനെ കണ്ടാ നന്നായിട്ട് കിട്ടും, ചിലപ്പോൾ ഒരു 50,000 ദിർഹം കിട്ടും. ഇയാൾക്ക് കുറെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. അങ്ങനെ അദ്ദേഹത്തെ കാണാൻ കുറെ കാത്തിരുന്നു. അവസാനം അദ്ദേഹത്തെ കണ്ടു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അദ്ദേഹം അതാ പറയുന്നു, എനിക്ക് 49 സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ഒരു 10-15 ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. ഞാനിപ്പം വലിയ ബേജാറിലാണ് ഉസ്താദേ. ഒരു ഹൈപ്പർ മാർക്കറ്റ് തുടക്കാൻ വേണ്ടി അതാ കഴിക്കുന്ന കുറേ ദിവസമായി, വാടക കൊടുക്കുന്ന കുറേ ആയി, കൊറോണ വന്നിട്ട് സാധിച്ചില്ല, വലിയ വിഷമത്തിലാണ്. നിങ്ങൾ വന്ന സമയം ഒരു വിഷമമുള്ള സമയമായി പോയി. ഈ മുതലാളിൻ്റെ മറുവർത്താനം കേട്ടപ്പോ വന്ന മുസ്ലിയാർക്ക് തോന്നി, എനിക്ക് ഇതുവരെ കിട്ടിയത് ഇയാൾക്ക് കൊടുത്താലോ എന്ന് തോന്നി. വല്ലാത്ത ഞെരിക്കൻ തന്നെ ആ മുതലാളിക്ക്. അദ്ദേഹത്തിന് മനസ്സമാധാനമില്ല, ഐശ്വര്യമില്ല. ദുന്യാവ് കൊടുത്തിട്ട് അല്ലാഹ് അദാബാക്കുകയാണ്. ഏത് സമയത്തും മനസ്സിന് ക്ലേശമാണ്, എപ്പോഴും ടെൻഷനാണ്. ദുന്യാവ് കൊടുത്ത് അല്ലാഹു തആല അവനെ ശിക്ഷിച്ചിരിക്കുകയാണ്. അതേ സമയത്ത് 1500 ശമ്പളം വാങ്ങുന്ന ജോലിക്കാരനില്ലേ, അവനതാ നല്ല സമാധാനമാണ്. അതാ ശഫീ ഇമാം തങ്ങൾ പറഞ്ഞത്, വഖദൽ ഗനിയ്യു വൽ ഗനിയ്യു ബിനഫ്സിഹി ലൈസൽ ഗനിയ്യു ബിമാലിഹി വജമാലിഹി. ഓ സുഹൃത്തുക്കളെ, അതാ ഒന്നുകൂടി പറയുകയാണ്,
ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹു വകദ റഈസു വറഈസു ബിഖുലുഖിഹി ലൈസ റഈസു മിൻ ഖൗമിഹി വരിജാലിഹി. നേതാവ് എന്ന് പറഞ്ഞാൽ ആരാ? കുറെ അനുയായികളുള്ളവനല്ല. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ആരാണ്? സ്വഭാവം കൊണ്ട് നേതാവായവൻ. ഏത് പാവപ്പെട്ടവനെ കണ്ടാലും പുഞ്ചിരിക്കാൻ കഴിയുന്നവൻ, ഏത് സാധുവിനെയും പരിഗണിക്കുന്നവൻ, ആർക്കും എന്ത് പ്രശ്നവുമുണ്ടെങ്കിൽ പരിഹരിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നവൻ, അവനാണ് നേതാവ്. അല്ലാതെ കുറെ അനുയായികളുള്ളവൻ നേതാവല്ല. ഓ സുഹൃത്തുക്കള്, ബക്കറ്റ് കൊണ്ടുവരുമ്പോൾ നല്ല സംഖ്യ കൊടുക്കണം എല്ലാവരും. സുബ്ഹാനല്ലാഹ്, ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഓ അതേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പറയുന്ന ഒരു വാക്കെന്താണ്? 5 കാര്യമല്ലേ പറയൂ എന്ന് പറഞ്ഞത്. വഹ്സിൻ ഇലാ ജാരിക, നിന്റെ അയൽവാസിക്ക് നന്മ ചെയ്യണം. അയൽവാസി മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ, തൊട്ടടുത്ത വീട്ടിലുള്ളവന് നന്മ ചെയ്യണം. തകുൻ മുഅ്മിനാ, എന്നാൽ നിനക്കൊരു സത്യവിശ്വാസിയാകാം. അയൽവാസിയെ ശല്യം ചെയ്യുന്നവൻ മുസ്ലിമോ അമുസ്ലിമോ ആരാകട്ടെ, അയൽവാസിയെ ശല്യം ചെയ്യുന്നവൻ യഥാർത്ഥ മുഅ്മിനല്ല. അയൽവാസിക്ക് നന്മ ചെയ്തോ നിനക്കൊരു സത്യവിശ്വാസിയാകാം. അടുത്തത് കേട്ടോ, എന്താണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മുത്തുമണി പോലുള്ള ഉപദേശം. വഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക തകുൻ മുസ്ലിമാ. നിനക്ക് നീ ഇഷ്ടപ്പെടുന്നത് എന്താണോ, നിന്റെ ശരീരത്തിന് നീ ഇഷ്ടപ്പെടുന്നത് എന്താണോ, അത് നീ മറ്റുള്ള ജനങ്ങൾക്ക് ഇഷ്ടപ്പെടണം. എന്തൊരു നല്ല വാചകമാണ്. അഹിബ്ബലിൽ മുസ്ലിമീന എന്നല്ല പറഞ്ഞത്, മുസ്ലിമീങ്ങൾക്ക് താല്പര്യപ്പെടണോ എന്നല്ല പറഞ്ഞത്. സർവ്വജനങ്ങൾക്കും ഇസ്ലാമിൽ വർഗീയതയില്ല. അവിടുന്ന് പറയുന്നത് അതാണ്. അഹിബ്ബലിന്നാസി, ജനങ്ങൾക്ക് നീ ഇഷ്ടപ്പെടണം. മാ തുഹിബ്ബു ലിനഫ്സിക, നിന്റെ സ്വന്തം ശരീരത്തിന് ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടണം. തകുൻ മുസ്ലിമാ, നിനക്കൊരു മുസ്ലിമാകാം. സുഹൃത്തുക്കളെ, വല്ലാത്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഏതോ ഒരു മതത്തിൽപ്പെട്ടവൻ വേറെ ഒരു മതത്തിൽപ്പെട്ടവനെ അക്രമമായി കൊന്നുകളഞ്ഞാൽ, ഒരു പാർട്ടിയിൽപ്പെട്ടവൻ വേറൊരു പാർട്ടിയിൽപ്പെട്ടവനെ അക്രമമായി കൊന്നുകളഞ്ഞാൽ, കൊന്നവനെ പിടിച്ച് കോടതിയിൽ കൊണ്ടുവന്ന് ഹാജരാക്കി അവനെ അതാ തെളിവെടുപ്പ് നടത്തിയിട്ട് കോടതി ശിക്ഷ വിധിക്കുക എന്നത് അതൊരു ശരിയായ മാർഗമാണ്. അത് ഇസ്ലാം അംഗീകരിച്ച മാർഗമാണ്. അതിനു പകരം ഏതോ ഒരു മനുഷ്യനെ കൊന്നാൽ വേറെ ഏതോ ഒരു മനുഷ്യനെ കൊന്നിട്ട് പകരം കൊന്നല്ലോ എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന ചില ആളുകളില്ലേ? ചോദിക്കട്ടെ, ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമമുണ്ടോ? കൊന്നവനല്ലാത്തവനെ കൊല്ലാൻ പറ്റുമോ? അത് തന്നെയും അവനവന് കൊല്ലാൻ പറ്റുമോ? നിയമം കയ്യിലെടുക്കാൻ പറ്റുമോ? അത് പച്ച ഹറാമല്ലേ? അത് തീവ്രവാദമല്ലേ? മറിച്ച് അതാ രാജ്യത്തിൻ്റെ നിയമം, ആ നിയമം മറികടന്നുകൊണ്ട് അവനവൻ നിയമം കയ്യിലെടുത്ത്, ക്രിമിനൽ നിയമങ്ങൾ അവനവൻ കയ്യിലെടുത്ത് നടപ്പാക്കുന്നത് ഇസ്ലാം വിരോധിച്ചതല്ലേ? സമയമില്ലാത്തതുകൊണ്ട് ഞാൻ തെളിവുകളിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. നാദാപുരത്തെ എൻ്റെ 7 ദിവസത്തെ പ്രസംഗത്തിൽ ഞാൻ ഒരുപാട് തെളിവുകൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടുമല്ലോ സുഹൃത്തുക്കളെ. പറഞ്ഞു വന്നത് അതേ, അക്രമ പ്രവർത്തനം നടത്താൻ പാടില്ല. ഞാൻ ചോദിക്കട്ടെ, നിന്നെ ഒരാൾ കൊന്നിട്ട് നിന്റെ മക്കൾ അനാഥകളാകുന്നത് നീ ഇഷ്ടപ്പെടുമോ? നിന്നെ കൊന്നിട്ട് അതാ നിന്റെ ഭാര്യ വിധവയാകുന്നത് നീ ഇഷ്ടപ്പെടുമോ? എങ്കിൽ പിന്നെ നീ ഒരു മുസ്ലിമാകണോ? അള്ളാന്റെ റസൂലിന്റെ വാക്കാണ്, അഹിബ്ബലിന്നാസി, ജനങ്ങൾക്ക് നീ ഇഷ്ടപ്പെടണം. മാ തുഹിബ്ബു ലിനഫ്സിക, നിന്റെ സ്വന്തം ശരീരത്തിന് ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടണം. തകുൻ മുസ്ലിമാ, നിനക്കൊരു മുസ്ലിമാകാം. ശരിയായ മുസ്ലിമായി ജീവിക്കണം. ഇനി അതാ 5ാമതായി നിങ്ങൾ പറയാണ്, വലാ തുക്സിരിൽ ളിഹ്ക, നീ കൂടുതൽ ചിരിക്കണ്ട മോനെ, ചിരി വർദ്ധിപ്പിക്കണ്ട. ഫൈന കസറത്തുൽ ളിഹ്കി, എന്തുകൊണ്ട് കൂടുതൽ ചിരിക്കുക എന്നത് തുമീതുൽ ഖൽബ്, അത് മനസ്സിനെ ശവമാക്കി കളയും, മനസ്സിൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തി കളയും. ജീവനുള്ള മനസ്സ്, അല്ലാഹുവിലേക്ക് തിരിഞ്ഞ മനസ്സ്, ഖാലിഖായ റബ്ബിലേക്ക് തിരിഞ്ഞ മനസ്സ്, എപ്പോഴും അല്ലാഹനെ ഓർക്കുന്ന മനസ്സ് അല്ലേ? അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ
വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്. അതാ നൃത്തത്തിലും നടത്തത്തിലും പോക്കിലും വരവിലും കിടത്തത്തിലുമൊക്കെ അല്ലാഹുവിനോർക്കുന്ന മനസ്സ്, അതല്ലേ സജീവമായ മനസ്സ്. ആ മനസ്സ് നിനക്കില്ലാതെയാകും. നീ ചിരി വർദ്ധിപ്പിക്കണ്ട. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു തിർമിദിയും റിപ്പോർട്ട് ചെയ്യുന്നു.